നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ രൂരു എന്ന കഹാനിയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ചോദ്യം വായിച്ച് അതിൻ്റെ ഉത്തരം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. കിസ്നെ കഹ, ആര് പറഞ്ഞു എന്ന ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മളെ രൂരു എന്ന കഥയിലെ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഇവര് 3 പേരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോ ഇവരിൽ ആരാണ് ഈ താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്ന് നമ്മൾ കണ്ടെത്തി എഴുതി കൊടുക്കണം. അപ്പൊ ആദ്യത്തെ ചിത്രത്തിലുള്ളത് എന്താണ്? പക്ഷിയാണ്. പക്ഷിക്ക് ഹിന്ദിയില് ചിടിയ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചിത്രത്തില് കങ്കാരുവിന്റെ കുഞ്ഞിന്റെ ചിത്രമാണ് അല്ലെ. അപ്പൊ അമ്മയായ കങ്കാരു കുഞ്ഞിനെ എന്താ വിളിച്ചിരുന്നത്? രൂരു എന്നാണ് വിളിച്ചിരുന്നത്. കങ്കാരുവിന്റെ കുഞ്ഞിന് ഹിന്ദിയിൽ എന്താ പറയാ? ജോയ്സ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ചിത്രത്തില് കങ്കാരു ആണ് ഉള്ളത്. അപ്പൊ അതിന് താഴെ 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ഇവരിൽ ആരാണ് അത് പറഞ്ഞതെന്ന് കണ്ടെത്താം. മേരാ കോയി ദോസ്ത് നഹി. ദോസ്ത് എന്ന് പറഞ്ഞാല് സുഹൃത്ത്, ഫ്രണ്ട് എന്നുള്ള അർത്ഥമാണ്. എനിക്കൊരു സുഹൃത്തും ഇല്ല, എനിക്ക് ഫ്രണ്ട്സും ഒന്നും ഇല്ല എന്ന് ആരാ പറഞ്ഞത്? കങ്കാരുവിന്റെ കുഞ്ഞാണല്ലേ. അപ്പൊ കങ്കാരുവിന്റെ കുഞ്ഞിന് ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കങ്കാരു കാ ബച്ച. അമ്മയായ കങ്കാരു അതിന്റെ കുഞ്ഞിനെ എന്താ വിളിച്ചിരുന്നത്? രൂരു എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്താണ്? കങ്കാരുവിന്റെ കുഞ്ഞിനെ ഹിന്ദിയിൽ എന്താ പറയാ? ജോയ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ 3 കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ കാര്യം പറഞ്ഞത് ആരാണ്? കങ്കാരു കാ ബച്ചയാണ്, നമ്മുടെ രൂരു ആണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് വായിച്ചു നോക്കാം. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത്, ജാക്കർ ദോസ്ത് ബനാവോ, പുറത്തു പോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, ഫ്രണ്ട്സിനെ കണ്ടെത്തുക എന്ന് ആരാ പറഞ്ഞത്? കങ്കാരു ആണ്. അപ്പോ അമ്മയായ കങ്കാരു ആണ് ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. മേരാ ഗോസ്ല ബിഖർ ഗയാ ഹെ. മേര എന്ന് പറഞ്ഞാല് എന്റെ, ഗോസ്ല എന്ന് പറഞ്ഞാല് പക്ഷിക്കൂട്, കൂടാണ് എന്നുള്ള അർത്ഥാണ്. ബിഖർ ഗയാ ഹെ എന്ന് പറഞ്ഞാല് തകർന്നു പോയി. എന്റെ പക്ഷിക്കൂട്, എന്റെ കൂട് തകർന്നു പോയി എന്ന് ആരാ പറഞ്ഞത്? ചിടിയയാണ്, പക്ഷിയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവാനാണ് സൈഡിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഇത് മുകളിലേക്ക് എടുത്തെഴുതാം. ഇവിടെ പക്ഷിയുടെ ചിത്രത്തില് മേരാ ഗോസ്ല ബിഖർ ഗയാ ഹെ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. രൂരുവിന്റേതില് മേരാ കോയി ദോസ്ത് നഹി, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ അമ്മ ആ സങ്കടം മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ എന്നുള്ള കാര്യം. ഇപ്പൊ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരുമ്പോൾ പോലും അതിന് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.